കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത ആദ്യ നിയമസഭാ മണ്ഡലമായി ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത മണ്ഡല പ്രഖ്യാപനം നടത്തി. കേന്ദ്ര സർക്കാരിന് പാവങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ നയമില്ലെന്നും കേരളം വേറിട്ട മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എം സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. ദരിദ്രരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ധർമ്മടം നിയമസഭാ മണ്ഡലം സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത നിയമസഭാ മണ്ഡലമായി മാറിയിരിക്കുകയാണ്. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തെ അതിദാരിദ്ര്യ മുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ചത്. രാജ്യത്ത് ഈ പാവങ്ങളുടെ എണ്ണം, അതിദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഒരു ഭാഗത്ത് ഉള്ളതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ പാവങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു നയവുമില്ലെന്നും കൃത്യമായ നയവുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം തന്നെ ഈ പാവങ്ങളുടെ കാര്യത്തിൽ, ദരിദ്രരുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ബദൽ നയമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെ ഒരു വേറിട്ട മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. നമ്മുടെ സംസ്ഥാനം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. അത് ഇന്ത്യ രാജ്യം തന്നെ രേഖപ്പെടുത്തിയ കാര്യമാണ്. എന്നാൽ അതിദരിദ്രരുടെ ശതമാനം കണക്കാക്കിയാൽ മറ്റു പല സംസ്ഥാനങ്ങളും വലിയ തോതിലാണ് ദരിദ്രാവസ്ഥ നിലനിൽക്കുന്നത്. അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാനുള്ള എന്തെങ്കിലും പരിപാടികളുണ്ടോ? ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം, ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. ധർമ്മടം നിയമസഭാ മണ്ഡലങ്ങളിലെ 8 പഞ്ചായത്തുകളിലായി 196 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത്. ഈ കുടുംബങ്ങളെ ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് പാർപ്പിടം, അതോടൊപ്പം തന്നെ ഭക്ഷണം, ആരോഗ്യം, സ്ഥിര വരുമാനം എന്നിവയാണ് ഉറപ്പുവരുത്തിയത്. ഓരോ പ്രദേശത്തു നിന്നുമുള്ള ആളുകളെ വളരെ കൃത്യമായി കണ്ടെത്തി അവരുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ എല്ലാ ഈ 8 പഞ്ചായത്തുകളിലായി 196 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത്. ധർമ്മടം മണ്ഡലത്തിൽ ഇനി അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആരും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെ വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ്. നവംബർ 1 ആകുമ്പോഴേക്കും കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആദ്യം ധർമ്മടം മണ്ഡലത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലമായി പ്രഖ്യാപിച്ചത്. വരും ദിവസങ്ങളിൽ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി സമാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടക്കും. കണ്ണൂർ ഈ പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന ഈ പ്രഖ്യാപന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അധ്യക്ഷത വഹിച്ചത്. അതോടൊപ്പം തന്നെ വി ശിവദാസൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. എം സന്തോഷിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.